മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, ദനഹാകാലം 6-ാമത്തെ ഞായറാഴ്ച ഇന്ന് നാം അനുസ്മരിക്കുക കർത്താവിൻ്റെ കരുണയെപ്പറ്റിയുള്ള ചിന്തകളാണ്. ഇന്നത്തെ 4 വായനകളും ഇതുമായി വളരെയേറെ ബന്ധപ്പെട്ടിരിക്കുന്നു. ഇന്നത്തെ 1-ാമത്തെ വായനയായ നിയമാവർത്തന പുസ്തകം 24-ാം അധ്യായം 14 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ കരുണയോടെ മറ്റുള്ളവരോട് ഇടപെടണമെന്ന് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. കാരണം ദൈവത്തിൻ്റെ കാരുണ്യം മതിയാവോളം സ്വീകരിച്ചവരാണ് ദൈവത്തിൻ്റെ ജനമെന്ന് അവിടുന്ന് ഇതിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അതിനാൽ ദാനമായി നമുക്ക് ലഭിച്ച ഈ കരുണ എന്ന പുണ്യം ദാനമായി തന്നെ മറ്റുള്ളവർക്ക് നൽകണമെന്നും അവിടുന്ന് തൻ്റെ ജനത്തെ ഉപദേശിക്കുന്നു. ഇന്നത്തെ 2-ാമത്തെ വായനയായ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 63-ാം അധ്യായം 7 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുക കർത്താവിന് കരുണ അനുഭവിച്ച ഒരു ജനത്തിൻ്റെ പ്രാർത്ഥനയാണ്. ദൈവകരുണയെ വിലമതിക്കാതെ പോയ കാലത്തെ ഓർത്ത് അവർ നിലവിളിക്കുകയും അവൻ്റെ കരുണയ്ക്കായി യാചിക്കുകയും ചെയ്യുന്നത് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. ഇന്നത്തെ 3-ാമത്തെ വായനയായ ഹെബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനം 8-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ ദൈവകരുണയുടെ പൂർത്തീകരണത്തെപ്പറ്റി നാം വായിക്കുന്നു. തൻ്റെ പ്രവാചകന്മാരിലൂടെയും പുരോഹിതന്മാരിലൂടെയും കരുണ വർഷിച്ചിരുന്ന ദൈവം കാലത്തികവിൽ തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചതും അവനെ പുതിയ ഉടമ്പടിയുടെ മധ്യസ്ഥനായി അവരോധിക്കുന്നതും നാം ഇവിടെ കാണുന്നു. ഇന്നത്തെ സുവിശേഷ ഭാഗമായ യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 22 മുതൽ 31 വരെയുള്ള വാക്യങ്ങളിൽ മിശിഹായുടെ ദൈവത്വത്തെപ്പറ്റി നാം വായിക്കുന്നു. അവൻ ഉന്നതങ്ങളിൽ നിന്നുള്ളവനാണെന്നും അവൻ എല്ലാവർക്കും മേൽ ഉപരിയാണെന്നും സ്നാപകൻ ഓർമ്മപ്പെടുത്തുന്നു. ഇസ്രായേൽ ജനത്തോട് കരുണ കാണിച്ചവനും തൻ്റെ ജനത്തെ കരുണയിൽ നയിച്ചവനുമായ ദൈവം മനുഷ്യനായി തൻ്റെ കരുണ കുരിശിലെ ബലിയിലൂടെ പൂർത്തിയാക്കി എന്നും ഇന്നത്തെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന കർത്താവിലൂടെ മാത്രമേ നമുക്ക് രക്ഷ കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ എന്നും ഇന്നത്തെ തിരുവചന ഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. പ്രിയമുള്ളവരെ, ആ ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് ആ കരുണാർദ്ദ സ്നേഹം മറ്റുള്ളവരുമായി പങ്കുവെച്ചുകൊണ്ട് ജീവിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. അതിനുള്ള വലിയ കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.